പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എത്രയും എളുപ്പം എങ്ങനെ ഒരു പൊട്ടറ്റോ കറി തീയലുണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. വരും വീഡിയോയിലേക്ക്. പൊട്ടറ്റോ എടുത്ത്, ഉരുളക്കിഴങ്ങെന്നും പറയും പൊട്ടറ്റോ എന്നും പറയും. എളുപ്പം ഉണ്ടാക്കാമെന്നാണ്. കൂട്ട് തയ്യാറാക്കാം. ഗ്യാസ് കത്തിച്ചു. തേങ്ങ വറുക്കാനാണ്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. പെട്ടെന്ന് വറുത്ത് കിട്ടാനാണ്. ഇത്ര വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിൽ ചേർക്കുന്നത് 1 കപ്പ് തേങ്ങ, വെളുത്തുള്ളി, ഉള്ളി, കരിവേപ്പിലയും കൂടി ഇട്ട് വറുക്കാം. നമുക്ക് എളുപ്പത്തിനുള്ള പണിയാണ്. നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത കൂട്ടുകളെല്ലാം ചേർത്ത് കൊടുക്കാം. 1 സ്പൂണും കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത്, സ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം. 1 സ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം. മതി. 1/4 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി അതിന് വേണ്ടത് പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പും ഇതും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഇതിനെ കടുക് വറുത്തിടാം. ഇപ്പോഴത്തേക്ക് അതിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ. 2 കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൽ ഉള്ളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് ഇട്ട് കൊടുക്കാം. എളുപ്പം വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉരുളക്കിഴങ്ങ് തീയൽ. എല്ലാവരും വെച്ച് നോക്കണം. പിന്നെ കാണാത്തവരെല്ലാം വീഡിയോകൾ കയറി കാണണം. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി കുറച്ച് നേരം ഇരുന്നൊന്നാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അരപ്പ് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല അരച്ച് വെച്ചേക്കാണ് അരപ്പ്. കുറച്ച് വെള്ളം കൂടി അതിലൊഴിച്ചു, വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് വെള്ളം കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം. അല്ല കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. 5 ഉരുളക്കിഴങ്ങും 4 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് തേങ്ങ, അതിന് ബാക്കിയുള്ള കൂട്ടുകളും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് അതിന് ഉപ്പൊക്കെ നോക്കാം. നല്ല തിളച്ചിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടായിട്ടുണ്ട്. എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന തീയൽ. നല്ല വറ്റിയ നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യണം. അടച്ച് വയ്ക്കാം. എല്ലാവരും ഈ തീയൽ വെച്ച് നോക്കണം. ചേച്ചിക്ക് പകരമാണ് ഞാൻ ഇപ്പം അടുക്കള കയറിയത്. ചേച്ചി ഒരു ആവശ്യമായിട്ട് പോയിക്കാണ്. വയ്യാത്തോണ്ട് ചെക്കപ്പിനും കാര്യമായിട്ട് പോയിക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. ആരും വീഡിയോ കാണാതിരിക്കല്ലേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പുതിയൊരു വീഡിയോയിലേക്ക് അടുത്ത് വരുന്നതിന് എല്ലാവർക്കും ബൈ.